നേഹ നായർ ആൻഡ് യാക്സൺ ഗാരി പെരേര. ഇടിവെട്ട് പേരാണ്. ആക്ച്വലി യാക്സൺ ആദ്യമൊക്കെ ഞാൻ കേൾക്കുമ്പോൾ യാക്സൺ എന്നുള്ള പേര് കേൾക്കുമ്പോഴത്തേക്ക് എന്റെ ധാരണ ഏതോ പുറനാട്ടുകാരനാണ് എന്നുള്ള. ആക്ച്വലി മലയാളിയാണോ അതോ വന്ന് പെട്ടതാണോ? എവിടെയോ ഒരു പോർച്ചുഗീസ്. അത് വളരെ പണ്ടായിരിക്കും. പക്ഷെ ഇവിടെ തന്നെ ലോക്കൽ കണ്ടറിയില്ലേ ഞാൻ ലോക്കലാണ്. സോ ഇന്ന് എനിക്ക് തോന്നുന്നു കുറേ പാട്ടുകാരുള്ളത് കൊണ്ട് തന്നെ മേ ബി നമ്മുടെ പാട്ട് രജിസ്റ്റേർഡ് ആവും, നമ്മളുടെ പേര് രജിസ്റ്റേർഡ് ആവണില്ല. അങ്ങനെ ഒരു പ്രോബ്ലം തോന്നിയിട്ടുണ്ടോ? അതെ, പ്രോബബ്ലി ട്രൂ. ബട്ട് ഓൾസോ വിത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഉള്ളപ്പോൾ കുറേ പ്രൊമോഷൻസ് നടക്കുന്നതുകൊണ്ടൊക്കെ അങ്ങനെ ഡ്രൗൺ ആയി പോകുന്നില്ല. പക്ഷെ ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലൂടെ മാത്രം നിലനിൽക്കാൻ ചിലപ്പോൾ പാടായിരിക്കും, എസ്പെഷ്യലി ഇപ്പോൾ വരുന്ന സിംഗേഴ്സിന്. എങ്ങനെ യാക്സൺ പാടുവോ? പാട്ട് പാടത്തില്ല, ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആണ് ഞാൻ. പിയാനിസ്റ്റ് ആണ്, പിന്നെ കുറച്ച് ഗിറ്റാർ വായിക്കും അങ്ങനെ. അപ്പം ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആൻഡ് എന്താ സോഫ്റ്റ്വെയർ ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന, നല്ലൊരു മ്യൂസിക് പ്രൊഡക്ഷൻ നടത്താൻ അറിയാവുന്ന. നിങ്ങൾ വിവാഹിതരാണ്, അങ്ങനെ ഐ മീൻ നിങ്ങൾ കപ്പിളാണ്. അതും ഒരു പ്രത്യേക രസമാണ് അല്ലെ, ഒരു വീട്ടിൽ നിന്നൊരു മ്യൂസിക് വരുന്നു. നടികർ ടോട്ടലി സിനിമയ്ക്കുള്ളിലെ സിനിമയും അതിനകത്തുള്ള പ്രശ്നങ്ങളും ഈഗോയും എല്ലാം പറയുന്ന ഒരു സ്റ്റോറിയാണ്. സോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു മ്യൂസിക്കിലേക്ക് നിങ്ങൾ? ഒബ്വിയസ്ലി ഡയറക്ടറാണല്ലോ നമ്മുടെ അടുത്ത് ആദ്യം ഐഡിയ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഒരു 6 years ബിഫോറിൽ സിനിമയിലൊരു ലവ് സോങ് എങ്ങനെയായിരിക്കും, അതായിരിക്കണം ഇതിന്റെ സോങ്. ബിക്കോസ് പുള്ളിയുടെ സിനിമയ്ക്കകത്തുള്ള സിനിമയിലൊരു ലവ് സോങ് ആയിരുന്നു. അതൊരു ഫ്രഷ് സംഭവമായിരുന്നു. നമുക്കിങ്ങനെ പഴയ 6 വർഷം മുമ്പേ ഉള്ള ലവ് സോങ് ഇപ്പം ഇറക്കും, അതെങ്ങനെയാന്ന് അതിൽ കുറച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസ്, മറ്റേ സോങ് ഇപ്പൊ ഇറങ്ങുന്ന ഒരു പുതിയ ഇപ്പോഴത്തെ ഫ്രഷ് സോങ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് അമ്മ മകന്റെ ഒരു പുള്ളിയുടെ ട്രോമ സംഭവം അഡ്രസ് ചെയ്യുന്ന ഒരു പാട്ട്. പക്ഷെ എന്നാ ടിപ്പിക്കൽ ഒരു ലല്ലബായും ആവാൻ പാടില്ല. അല്ല മോർ ദാൻ താരാട്ട് ഒരു ഡാർക്ക്നെസ് ഉണ്ട്. മകനെ ചതിച്ചിട്ട് പോകുന്ന അത് അങ്ങനെ എല്ലാം ഡിഫറെന്റ് എല്ലാം ഒരു ചലഞ്ചിങ് ആയിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആൽബം. ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ഇൻടു ആൻ ഇൻട്രസ്റ്റിംഗ്. എല്ലാ പാട്ടുകളും എല്ലാ ഡിഫറെന്റ് ജോണേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നിങ്ങളും തിയേറ്ററിൽ പോയി? മോസ്റ്റ് ഓഫ് എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ജോലി ഇല്ലെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു ആക്ച്വലി. ഞങ്ങൾ ബാക്കിലിരുന്ന് എല്ലാവരും എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അത് എന്തായാലും പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പല ജോണേഴ്സ് ആയിരിക്കും. മേ ബി ഇന്ന മ്യൂസിക് ഡയറക്ടർ പോയിട്ടുണ്ടെങ്കിൽ ടെക്നോ സ്റ്റൈൽ ഒരു സാധനമായിരിക്കും വരുന്നതെന്ന് അറിയാം, ഇന്നടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നാടൻ സ്റ്റൈലായിരിക്കും എന്നറിയാം. സോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോണർ ഉണ്ട്. നിങ്ങൾ തേടി വരുന്ന ഡയറക്ടേഴ്സ് എന്ത് നിങ്ങളെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും പൊതുവെ വരിക? അങ്ങനെ ജോണർ ആക്ച്വലി അവരല്ല തീരുമാനിക്കുന്നത്, അവര് നമുക്ക് തരുന്നത് ആ സോങ് സിറ്റുവേഷൻ ആണ്. അത് ഏത് ജോണറിലോട്ടാണ് നമ്മൾ അത് നമ്മുടെ ഡിസിഷൻ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ജോണർ ഇതുവരെ ആയിട്ടില്ലെന്ന് തോന്നുന്നു. യോബിന്റെ പുസ്തകം ഭയങ്കര കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു ആസ് കമ്പയർഡ് ടു നടികർ. ഇപ്പൊ 10 years ആയി ആക്ച്വലി യോബ് തുടങ്ങിയിട്ടും കട്ട് ടു പ്രസന്റ്. അപ്പൊ എല്ലാ ടൈപ്പ് ഏകദേശം ഡെവലപ്പിംഗ് പ്രോസസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊരു ജോണർ ഇല്ലാത്തതുകൊണ്ട് അവർക്കും ഒന്നും പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ അത് കുറച്ചുകൂടി ഈസി ആണോ? അതായത് നമ്മൾ ആരും അങ്ങനെ ഓക്കെ ഇവരാണെങ്കിൽ ഇന്നതെന്ന് തിരിച്ചറിയാത്തതാണോ നല്ലത്? അത് എന്തും കൊടുക്കാൻ പറ്റും. അതെ, അതൊരു അതിൽ സ്റ്റക്ക് ആവാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒരു ടൈപ്പ് കാസ്റ്റ് ആവാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതായത് MC കൂപ്പറിനെ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ആപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രെൻഡ് ഇപ്പൊ മലയാള സിനിമയിൽ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. അതെ, അത് ആക്ച്വലി അതും എനിക്കൊന്നും ജീന്റെ ഐഡിയയിൽ ഓൾറെഡി സ്നൂപ്പ് ഡോഗിന്റെ ഒരു റെഫറൻസ് ആയിരുന്നു പുള്ളിയുടെ മനസ്സിൽ, ഈ നമ്മുടെ ഹീറോയിന്റെ ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ സംഭവം. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു ഒരു ഓൾഡ് സ്കൂൾ ഹിപ്പ് ഹോപ്പ് എന്നുള്ള രീതിയിൽ. ആക്ച്വലി ആ MC കൂപ്പറിന്റെ അത് കുറച്ച് ഇപ്പോഴത്തെ ഹിപ്പ് ഹോപ്പ് അല്ല, അത് കുറച്ച് പഴയതാ. കാരണം അതും ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു 6 years ബിഫോർ ഉള്ള ഒരു പീരീഡാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അപ്പം കുറച്ച് പഴയ ഓൾഡ് സ്കൂൾ ഹിപ്പ് ഹോപ്പ് എന്നുള്ള പ്ലാനിലായിരുന്നു അത് ചെയ്തത്. പിന്നെ ഉള്ളത് മറ്റേത് ഇപ്പോഴത്തെ ഒരു സാധനമാണ് ബേബി ജീന്റെ ഉടർണം ചെയ്തത്. അത് എന്ന് പറഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് എന്താണ് പോകുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ അതാ പറഞ്ഞാൽ എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു ഓൾവേസ് കൊളാബറേറ്റ് വിത്ത് പീപ്പിൾ. നമ്മളിപ്പോൾ യൂഷ്വലി ഒരു പാട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം ഇവൻ എന്തെങ്കിലും വായിക്കും, ഐ ഹം ആൻഡ് ദെൻ പ്രൊഡക്ഷനും ഇവൻ തന്നെ ചെയ്യും. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അതിൽ ഞാൻ ഇൻവോൾവ് ആകും. ഇറ്റ്സ് ഓൾവേസ് ജസ്റ്റ് the two of us.
So when we collaborate with a rapper or live artist, അത് എപ്പോഴും ഇറ്റ് എൻഹാൻസസ്. അതെ, പുതിയ ഐഡിയാസ് എന്തായാലും നമുക്കും കുറച്ചുകൂടെ മാറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബേബി ജീനും MC കൂപ്പറായിട്ടുള്ളത് അങ്ങനെ ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. നേഹ പാടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ്റെ ആളായതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ തെറ്റിയാ പിടിക്കുമോ? അങ്ങനെ അല്ല, പാടുമ്പോൾ മിക്കവാറും ഫൈനൽ പാടുമ്പോൾ എന്നെ പുറത്ത് ആക്കും. ഒറ്റയ്ക്കാണ് റെക്കോർഡ് ചെയ്ത് പാടുന്നത്. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ. അത് ഭയങ്കര ദേഷ്യം വരും. നമ്മളിത് പാടുമ്പോൾ ചെറിയൊരു വാർമപ്പ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അത് ശരിയായ ടേക്ക് വരുന്നത്. അപ്പൊ ആദ്യമേ മറ്റേ ഇംപേഷ്യന്റ് ആവും. മറ്റേ ഇതെല്ലാം മറ്റേ പെട്ടെന്ന് മാത്രമല്ല ലൈക്ക് ഇറ്റ് സ്ക്രൂസ് അപ്പ് വിത്ത് യുവർ ക്രിയേറ്റീവ് പ്രോസസ്. ലൈക്ക് യു ഗെറ്റ് ഔട്ട് പാടുന്ന സമയം ഞാൻ ചെയ്യാം. നമ്മുടെ വർക്ക് സ്പേസും നമ്മുടെ വീടും ഒരേ സ്ഥലം തന്നെ ആവുമ്പോഴത്തേക്കും ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ലൈക്ക് 50-50. അടിച്ച് പിരിഞ്ഞ് അത്രയും സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇപ്പോ ഓൾ ദ ടൈം എവറി ഡേ ഇൻ ഫാക്ട്. ബട്ട് അത് എന്തുകൊണ്ടാണ് ആ ഡിസഗ്രിമെന്റ് ആവുന്നത്? വിൽ കം ടു ദാറ്റ് പോയിന്റ് വെരി ക്വിക്ലി. കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ മെയിൻ സംഭവം. പിന്നെ ഈ ഡിസിഷൻസ് എടുക്കാൻ രണ്ട് മൈൻഡ്സ് ഉള്ളത് ഭയങ്കര ഗുണമാണ്. അല്ലെ ഒരാൾ തന്നെ ഇരുന്ന് ആലോചിക്കുന്നതിന് പകരം രണ്ടുപേർക്കും ഓക്കെ ആവണമെങ്കിൽ അത് പിന്നെ അതിനെ പറ്റി അധികം ചിന്തിക്കണ്ട. ഒരാൾക്ക് ഓക്കെ അല്ലെങ്കിൽ മാത്രം നമ്മൾ അതൊന്ന് റീതിങ്ക് ചെയ്താൽ മതി. ഇപ്പൊ പലർക്കും ആദ്യം നോക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ റെക്സ് വിജയനായിട്ടുള്ള ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ആക്സനായിട്ട് കൊളാബറേഷനിലൊക്കെ ആണ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ നോക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ ചെയ്യുന്ന വർക്കുകളിലും പുറത്തൊക്കെ ഉള്ള പല മേ ബി സിംഗേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും, മേ ബി മൊറോക്കൻ സിംഗർ അല്ലെങ്കിൽ സാക്സിഫോണിന് വേണ്ടി നിങ്ങൾ വേറെ എനിക്ക് തോന്നുന്നു മാനേ പാട്ടിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു അസോസിയേഷൻ അത് മിക്കവാറും മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യാത്തൊരു പാത്താന്ന് തോന്നുന്നു. നിങ്ങളുടെ എല്ലാ മ്യൂസിക്കിലും അങ്ങനെ ഒരു എലിമെന്റ് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കാറുണ്ടോ? അതെനിക്ക് തോന്നുന്നു നമ്മൾ ലൈവ് മ്യൂസിഷ്യൻസും കൂടെ ആയിരുന്നല്ലോ. അപ്പം ഈ ആൾക്കാരൊക്കെ പരിചയമുണ്ട്, നമ്മൾ കൂടെ പ്ലേ ചെയ്ത ആൾക്കാരാണ്. അപ്പം അത് നമുക്ക് അവരുടെ പ്ലേയിങ്ങിൽ ഇൻസ്പിറേഷൻ കിട്ടും എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ വന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് കുറേ നമ്മൾ പ്ലേ ചെയ്യാത്ത ആൾക്കാരുണ്ട്, നമ്മൾ ട്രൈ ചെയ്ത് പോകാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലൈവ് കൂടുതൽ വായിച്ചതിൻ്റെ ഒരു ഇതായിരിക്കും അതെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ യൂസ് ടു സാധനം അതാണ്. കുറച്ച് അധികം കുറെ ആൾക്കാരെ ഒരുമിച്ചിരുന്നിട്ടായിരിക്കും നമ്മളിപ്പം ഒരുമിച്ചിരുന്നിട്ട് ഒരു ഓർക്കസ്ട്ര, ലൈവ് മ്യൂസിഷ്യൻസ്, അപ്പൊ അത് സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള. പിന്നെ എനിക്ക് തോന്നുന്നു ചില എലിമെന്റ്സ് റിപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നും. നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചെവിക്ക് മാത്രമായിരിക്കും അത് കിട്ടുന്നത്. ബട്ട് സംടൈംസ് വി ഫീൽ ലൈക്ക് സെയിം ടൈപ്പ് ഒരു പാറ്റേൺ, മെലഡി ആണെങ്കിലും ഗ്രൂവ് ആണെങ്കിലും ആ സമയത്ത് ഈ കൊളാബറേഷൻ അവരുടെ കൂടെ കോൺട്രിബ്യൂഷൻസ് തീർച്ചയായിട്ടും അതൊരു മുകളിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ എന്നുള്ളൊരു സംഭവമാണ്. ത്രൂ ഔട്ട് നമ്മളുടെ ഈ ഇന്റർവ്യൂ നടക്കുമ്പോഴും അതല്ലാതെയുള്ള ഇന്റർവ്യൂസ്, നമ്മുടെ TV ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയുള്ള കാര്യമുണ്ട്. എപ്പോഴും ഈ ആക്ഷൻ സംസാരിക്കുമ്പോൾ നേഹയുടെ മുഖത്തോട് നോക്കി സംസാരിക്കുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആ ഒരു ഫീലാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? No, I think it's just coming out of awkwardness. ക്യാമറ നോക്കാൻ പരിചയമുള്ള മുഖം. ശരി, എന്നെ പരിചയമുള്ളതിനേക്കാളും കൂടുതൽ അറിയാവുന്നതുകൊണ്ട് അത് കംസ് ഫ്രം എ വെരി ഓക്വേർഡ് പ്ലേസ്. ഈവൻ നമ്മുടെ കല്യാണത്തിന് മറ്റേ ഈ എന്താ പറയുക, കല്യാണമല്ല, നമ്മുടെ രജിസ്ട്രേഷൻ പ്ലസ് റിസപ്ഷൻ ആയിരുന്നു. റിസപ്ഷന്റെ തൊട്ട് മുമ്പ് ഫോട്ടോഗ്രാഫേഴ്സ് കേം ആൻഡ് സെഡ് ലൈക്ക് കുറച്ച് ടിപ്പിക്കൽ നമ്മൾ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി അങ്ങനത്തെ കുറച്ച് ടിപ്പിക്കൽ സംഭവം ഉണ്ടല്ലോ. വി വാർ സോ ഓക്വേർഡ് ഫോർ ദാറ്റ് ആൻഡ് വി സ്റ്റാർട്ടഡ് സ്കോൾഡിങ് ദം. അതേ ലൈക്ക് ഇല്ല, ഇത് പാക്കേജിൽ നിർബന്ധമായി എടുക്കണം. നമ്മുടെ കല്യാണം, യു ഹാവ് ടു ആസ്ക് ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം. അങ്ങനെ കുറച്ച് ഓക്വേർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്യണം, അപ്പോഴാണ് നമ്മൾ കംഫർട്ടബിൾ. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് ഈവൻ നടികരില് നേഹ അഭിനയിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാത്ത രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. പുകയിട്ടൊന്ന് അല്ല, പക്ഷെ ഞാനിങ്ങനെ ഇനീഷ്യൽ പാട്ടായതുകൊണ്ട് തന്നെ നമ്മൾ അത്ര പ്രത്യേകിച്ച് സുഷിനെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സുഷിൻ എന്താണ് ഇവിടെ ഈ വീട്ടുകാര് എന്നിങ്ങനെ ആലോചിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് നിൽക്കണു നേഹാസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല ക്യാമറ എങ്കിൽ കാരണം അതിനകത്ത് ഒരു അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഈ ആക്ടർ ആണല്ലോ ടൊവിനോ അതിനകത്ത്. അപ്പൊ പുള്ളിയുടെ സെലിബ്രിറ്റി ഫ്രണ്ട്സ്
ഓ അതാണ് പാർട്ടി. അടിപൊളി. അത് സുഷിൻ, ചിദംബരം, നമ്മള് അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു. ഓ ചിദംബരം ഉണ്ടായിരുന്നു അല്ലേ അതിനകത്ത്? എനിക്ക് സുഷിനെ നേഹനെയും ഞാൻ ക്യാച്ച് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാരും ഉണ്ടെന്ന് തോന്നുന്നു. അരുൺ കുര്യൻ എല്ലാരും അതിനകത്തുണ്ട്. അവിടെ എവിടെയൊക്കെ ഓ അതുമായിട്ട് ഞാനിപ്പോ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ടാണ്. നമ്മളിപ്പോ സുഷിന്റെ കാര്യവും പറഞ്ഞുകൊണ്ടാണ്. സുഷിൻ മഞ്ഞുമൽ ബോയ്സിനെ പറ്റി പറഞ്ഞൊരു സംഭവം ഭയങ്കര വൈറലായിരുന്നു. ലൈക്ക് മലയാള സിനിമയുടെ ഇത് തന്നെ മാറ്റും എന്ന് പറഞ്ഞു. അതുപോലെയൊക്കെ നിങ്ങൾ ഹൈപ്പ് കൊടുക്കാത്തത്? ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എല്ലാവരുടെ പേഴ്സണൽ നേച്ചർ. സുഷിൻ ഈസ് വെരി കംഫർട്ടബിൾ. നമ്മുടെ ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത് സീൻ മാറ്റുന്നില്ല. അത് നമ്പർ വൺ. അത് ചിലപ്പോ പറഞ്ഞ ശരിയാവുമായിരിക്കും. പക്ഷേ പിന്നെ ഐ തിങ്ക് വി പ്രിഫർ ലൈക്ക് our work to speak for ourselves rather than being full time in front of the camera. I think പറഞ്ഞ പോലെ ക്യാമറയെ നോക്കാതെ പരസ്പരം നോക്കി ഞാൻ മിക്കവാറും നടുക്കേറി ഇരിക്കേണ്ടി വരും എന്നെ നോക്കണമെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും ഒരു സോഫ്റ്റ് സ്മൂത്ത് അത് വീട്ടിലെല്ലാം മാറിക്കോളും. ഉച്ചയ്ക്കാകുമ്പോ ഇങ്ങനെയല്ല. ഓക്കെ, ലൈവ് മ്യൂസിക്കിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. മറ്റിടത്ത് നിങ്ങൾ അഴിഞ്ഞാടുന്ന നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു റെസ്ട്രിക്റ്റഡ് പ്ലേസിലേക്കാണ് വരിക. കാരണം ഇവിടെ നമ്മുടെ ടേസ്റ്റിനേക്കാളും കുറച്ചും കൂടെ സിനിമ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതാ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? അതെങ്ങനെയാണ് നിങ്ങൾ കോപ്പപ്പ് ചെയ്തത്? അത് ആദ്യം ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. എനിക്കൊന്നും അതാന്ന് തോന്നുന്നു. നമ്മൾ യുവൻ പുസ്തകം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് ലൈവിലേക്ക് പോയതും ഒരു ഗ്യാപ്പ് എടുത്തതും ലൈവ് കുറച്ചുകൂടെ നമുക്ക് പറ്റുന്നത് കുറച്ചുകൂടെ അതാണെന്നുള്ള എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അത് ഇമ്മീഡിയറ്റ് റിസൾട്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ ഓഡിയൻസിന് കൊടുക്കുന്നു, അവിടെ വെച്ച് തന്നെ ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതാകുമ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇത് സിനിമ റിലീസാവുന്ന വരെ എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട്. അങ്ങനെ ഒരു റിസൾട്ട് വൈസ് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഡയറക്ടറിൻ്റെ ഒരു എന്താ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ നമ്മുടെ കയ്യിലല്ല. അപ്പം അത് ഒരു ഭയങ്കര ഡിഫറൻസ് ആണ്. ബട്ട് ഐ തിങ്ക് ഇപ്പം നമ്മൾ അതിലേക്കൊന്ന് കയറി സിനിമയ്ക്ക് വേണ്ടത് എന്താണ് എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലൈവ് ഓർ മൂവി എന്ന് ചോദിച്ചാൽ രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഇപ്പം ആ അവസ്ഥയിലേക്ക്. നേരത്തെ ലൈവ് തന്നെ ആയിരിക്കും ഇപ്പൊ, പക്ഷെ ഇപ്പൊ ആക്ച്വലി ഈക്വലി ഇപ്പൊ സിനിമയും. പക്ഷെ ഇപ്പൊ സിനിമ എങ്ങനെ കൂടിക്കൂടിയൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് മറ്റതിനുള്ള ടൈം ഉണ്ടോ, സ്പേസ് ഉണ്ടോ? കുറവാണ്. ബേസിക്കലി നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡന്റ് സംഭവങ്ങൾ ചെയ്യാൻ നമ്മള് സിനിമയിലല്ലാത്ത സോങ്സും കൂടെ റിലീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ അത് ആക്ച്വലി നമ്മുടെ ഒരു സിംഗിൾ ഇറങ്ങുന്നുണ്ട്. ശരി, പണിപ്പുരയിലുണ്ട്. അതെ അതെ അതെ. അത് ഒരു 6-7 മാസമായിട്ട് ഇങ്ങനെ അതിന്റെ വർക്ക് നടക്കുമായിരുന്നു. അതിന് വീഡിയോ ഷൂട്ടൊക്കെ ആയിട്ട് ഇച്ചിരി ഡിലേ ആയിപ്പോയി. ബട്ട് ഇറ്റ്സ് കമ്മിങ് ഔട്ട്. ഋതുലാണ് ആദ്യം പാടിയത്, പക്ഷെ അതിന് വിഷ്വൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആരും ശ്രദ്ധിച്ചില്ല, ആരും അറിഞ്ഞില്ല ആ പാട്ടിനെ. അപ്പൊ ഈ വീഡിയോ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലേ? അതെ അതെ, അബ്സല്യൂട്ട്ലി. എനിക്ക് തോന്നുന്നു 60% വീഡിയോ, ബാക്കി 40% പാട്ട്. Even if the song is very beautiful and if the video is not as good, the song gets drowned. അതാണ് ഒരു തിരിച്ചു ആവാം. ഒരു ആവറേജ് സോങ്ങിനെ വീഡിയോ വെച്ച് അത് പുഷ് ചെയ്യാനും പറ്റും, ഭയങ്കര അടിപൊളിയാക്കാം. സിനിമയിൽ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഇപ്പൊ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയും സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന പാട്ടുണ്ടായത്. അല്ലെങ്കിൽ ചില പാട്ടുകൾ നേരത്തെ ഉണ്ടാവും, ചില പാട്ടുകൾ ലിപ്സിംഗ് ഒന്നും ഇല്ലാത്ത പാട്ടായിട്ട് എടുക്കും, എന്നിട്ട് പുതിയതായിട്ട് ഇത് സിങ്ക് ചെയ്യുക. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ആസ് എ മ്യൂസിക് ഡയറക്ടേഴ്സ് എങ്ങനെയാ അത്? കാരണം നമുക്കൊരു പണ്ടത്തെ ഒരു സിസ്റ്റം ആയിരിക്കില്ല എന്ന് തോന്നുന്നത്. അല്ലാതെ യൂഷ്വലി മാക്സിമം ബിഫോർ ദ ഷൂട്ട് ആയിരിക്കും ചെയ്യാം. അത് ശരിയായില്ലെങ്കിൽ, അതായത് ഡയറക്ടറിന് അത് മാച്ച് ആവുന്നില്ലെങ്കിൽ ഡയറക്ടർ പറയും വിഷ്വൽ എടുത്തിട്ട്, പുള്ളിയുടെ മനസ്സിലൊരു വിഷ്വൽ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു നടികരിലെ ആ ഫ്ലാഷ് ബാക്ക് ലവ് സോങ് വീഡിയോ വിഷ്വൽസ് അതിൽ ലിപ്സിങ്ക് ഇല്ല. അപ്പൊ വിഷ്വൽസ് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തത്. ഒരു ബീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിഷ്വൽസും കൂടെ കിട്ടിയപ്പോഴാണ് അത് ഒരു പേട്രിയോട്ടിക് സാധനം അങ്ങനെയൊക്കെ വേണം എന്നുള്ളത്. കാരണം അത് പുള്ളി ഒരു സോൾജർ ആയിരുന്നു ആ സിനിമയിൽ. അപ്പം അതൊക്കെ കുറച്ചുകൂടെ വിഷ്വൽസ് കണ്ടപ്പം ഓട്ടോമാറ്റിക്കലി ആഡ് ആയതാണ്. പിന്നെ വേറൊരു പാട്ടുണ്ട്, മായാരൂപം പറഞ്ഞ പാട്ടുണ്ട് നടികളില്. സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സാഡ് ബിറ്റ്, അത് ആക്ച്വലി ഇല്ലായിരുന്നു നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ. അത് സ്കോർ ചെയ്യുന്ന സമയത്ത് വി ഫെൽറ്റ് മേ ബി ലൈക്ക്
2-3 വരികൾ അവിടെ വരുന്നത് കുറച്ചുകൂടി ആ പുള്ളിയുടെ മനസ്സിലുള്ള സംഭവം ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തോന്നിയിട്ട് അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് സ്കോർ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത ഒരു പാട്ടാണ്. അങ്ങനെ വരാറുണ്ട് അല്ലേ പല മ്യൂസിക് ഡയറക്ടേഴ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത് പാട്ടായി മാറുന്ന കാരണം അത് കുറച്ചുകൂടെ കണക്ട് ആവുമല്ലോ ആൾക്കാർ മ്യൂസിക്കിനേക്കാളും വരികളുണ്ടെങ്കിൽ ലിറിക്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലോ. അതെ അതെ അതെ. ഓക്കെ, നേഹ പാട്ട് പാടാമെന്ന് തീരുമാനിക്കുന്ന എപ്പോഴും? ഇപ്പൊ നമ്മളോട് പാടിയതല്ല. നെവർ. I hate singing our composition. പക്ഷേ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിന്റെ ഉത്തരം ഞാൻ പറയാം. ബേസിക്കലി നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ആസ് കമ്പോസേഴ്സ് വി വാണ്ട് ടു എക്സ്പെരിമെന്റ് വിത്ത് ന്യൂ വോയിസ്. എപ്പോഴും അതാണ് ആഗ്രഹം, ഇങ്ങനത്തെ ഡിഫറെന്റ് ഒരു വോയിസ് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം ആണല്ലോ അതിനകത്ത് ഇടുന്നത്. ഒരു പുതിയ വോയിസ് വരുമ്പോൾ സംതിങ് ഫ്രഷ് വരുമ്പോൾ എന്നുള്ളൊരു. അതെ, എന്റെ ഭയങ്കര ഒരു സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ടൈപ്പ് ഉള്ള ഒരു വോയിസ് ആണ്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും വേറൊരു സിംഗറിനെ കൊണ്ടുവന്നാൽ അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് സൗണ്ട് ചെയ്യുന്നുള്ള സംഭവം ഉള്ളതുകൊണ്ട് വി പ്രിഫർ കൊലാബറേറ്റിംഗ് വിത്ത് അതർ പീപ്പിൾ. ബട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഷൂട്ടിന് ഇവര് എന്റെ ഡമ്മി ട്രാക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് ഇത് കേട്ട് ഇത് എഡിറ്റ് ചെയ്ത് വേറെ ആര് പാടിയാലും അവർക്ക് ഇതായിരിക്കും ഓൾറെഡി സെറ്റ്, ഇതിന്റെ മേളിലോട്ട് ഇനി പോകത്തില്ല എന്നാണ്. അങ്ങനെയാണ് പലപ്പോഴും വോയിസ് സ്റ്റക്കായി പോകുന്ന പാട്ടുകൾ. അങ്ങനെ പാടിയിട്ടുള്ള പാട്ടുകൾ അതായത് ഞാൻ പാടാൻ ഉദ്ദേശിച്ചു ഈയോപനിഷത്തെ രാവേ അത് ഇതുപോലെ അവസാനം കുറെ വോയിസസ് നോക്കിയിട്ട് തിരിച്ചു തന്നെ മതി എന്ന് പറഞ്ഞു വന്നതാ. ഇത് ഇപ്പൊ നടികരിലെ ലവ് ജവാൻ പറഞ്ഞ പാട്ടും അങ്ങനത്തെ മിക്ക പാട്ടുകളും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ചില സിറ്റുവേഷൻസ് നമ്മൾ അടികൂടും. ലൈക്ക് ഇഫ് വി ഫീൽ ദാറ്റ് എ ന്യൂ സിംഗർ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ആർക്കറിയാം പറഞ്ഞ സിനിമയിലെ ചിരമ ഭയമി പറഞ്ഞ പാട്ടുണ്ട്. അത് മധുവന്തിയാണ് പാടിയത്. അതില് ഫസ്റ്റ് അവർക്ക് എന്റെയും ഇഷ്ടമാണ് അവളുടെ വോയിസും ഇഷ്ടമാണ്. അപ്പൊ അവർ പറഞ്ഞു നീ തന്നെ ആണല്ലോ കമ്പോസ് ചെയ്യുന്നത്, നീ തന്നെ പറ്റില്ല, അവള് പാടിയതാണ് എനിക്ക് കുറച്ചുകൂടി ഫോക്ക് ആൻഡ് ഹിന്ദുസ്ഥാനിയുടെ കുറച്ച് എലിമെന്റ്സ് ഉണ്ട്. വെരി ഗുഡ് അറ്റ് ദാറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് നിർബന്ധിച്ച അവളുടെ വോയിസ് തന്നെ. ബട്ട് വെരി റെയർലി യു ആർ ഏബിൾ ടു കൺവിൻസ്. അല്ല ശരിക്കും അപ്പം നമ്മള് ട്രാക്ക് പാടി നമ്മൾ പാടിയിട്ടു അപ്പം ഡയറക്ടർ പറയണില്ല ഈ പാട്ട് തന്നെ മതി, നേഹയുടെ വോയിസ് തന്നെ മതി എന്ന് പറയുമ്പോൾ അത് ഈ പാക്കേജിൽ ഉൾപ്പെടും, അത് വേറെ പാക്കേജ് ആണോ? അതായത് പാട്ട് പാടിയത് വേറെ പാക്കേജിൽ വരുമോ? അല്ലല്ല, സെയിം പാക്കേജിൽ വരുമോ? നഷ്ടമാണ്. ആ നമ്മളൊരു വേറെ സിംഗറിന് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വേറെ പാക്കേജ് ആണല്ലോ. ശരിയാക്കി വരാം.